ആഗോള അയ്യപ്പ സംഗമത്തിലെ ഏറ്റവും ഒരു മനോഹര ചിത്രമായി തോന്നിയത് നമ്മുടെ യോഗി ആദിത്യനാഥിനെ, UP മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ഈ സംഗമത്തിന് ക്ഷണിച്ചതാണ്. കാരണം അദ്ദേഹം ഇവിടെ വരാൻ സർവ്വതാ യോഗ്യനാണ്. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മതേതരവാദിയാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനാണ്. ആ നിലയ്ക്ക് നിർബന്ധമായിട്ടും ഇവിടെ വരേണ്ടിയിരുന്ന ഒരാള് യോഗി ആദിത്യനാഥ് ആയിരുന്നു. പക്ഷെ പല പല തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ഒരുപക്ഷെ അവിടുത്തെ ഈ മുസ്ലിങ്ങളുടെ വീടുകള് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു പൊളിച്ച് കളയുന്നതിനെ കുറിച്ചുള്ള പല ആലോചനയും നടക്കുന്നത് കൊണ്ടായിരുന്നിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അതാവാൻ കാര്യം. എന്താണേലും കൃത്യാന്തര ബാഹുല്യം കൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷെ നല്ലൊരു സന്ദേശം എഴുതി ഇങ്ങോട്ട് അയച്ചു. അത് നമ്മുടെ വാസവൻ സ്വാമികൾ തന്നെയാണ് വായിച്ചതും. അത് വേറെ പലർക്കും വായിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വാസവൻ സ്വാമികൾ സമ്മതിച്ചു കൊടുക്കത്തില്ല. ചേട്ടാ, നമ്മുടെ രഹസ്യ ബന്ധുക്കാരനല്ലയോ, അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം അയച്ച ഒരു സന്ദേശം, അത് താൻ മന്ത്രിയല്ലാതെ മറ്റാരാ വായിക്കുക? അങ്ങനെ അദ്ദേഹം തന്നെ വായിച്ചു. അതിമനോഹരമായ ഒരു സന്ദേശം എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഒരു കോപ്പി നേരത്തെ യോഗി ആദിത്യനാഥിന് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായും വരുമായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്താ നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത്? ഗീതയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏ വച എന്ന് വച്ചാൽ, ഒന്നിനോടും വിദ്വേഷമില്ലാത്ത ആളും എല്ലാറ്റിനെയും മിത്രമായി കരുതുന്നവനും എല്ലാവരോടും ദയയുള്ളവനുമാണ് യഥാർത്ഥ ഭക്തനെന്ന ഒരു സത്യമാണ് അദ്ദേഹം ഈ ഗീതാ വാക്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ യോഗി ആദിത്യനാഥിന് പിണറായിയെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നിരിക്കാൻ ഇടയില്ല. കാരണം ഈ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാര ഉണ്ടല്ലോ, അത് ഈ ഡൽഹി ലെവലിൽ നടക്കുന്നതാണ്. അത് ഉത്തർപ്രദേശിലിരിക്കുന്ന നമ്മുടെ യോഗിജി വേണ്ട പോലെ അറിയണമെന്നില്ല. പക്ഷെ ഈ പ്രസംഗം കേട്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു. പിണറായി വിജയൻ ആരോടും വിദ്വേഷമില്ലാത്ത, എല്ലാവരോടും മിത്രഭാവേന പെരുമാറുന്ന, എല്ലാവരോടും ദയയും കരുണയുമുള്ള ഒരാളാണ് എന്ന് യോഗിജി അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് തോന്നുന്നു മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഈ സംഗമത്തിന്, ആഗോള അയ്യപ്പ സംഗമത്തിന് വന്നേനെയും. നമുക്ക് ചാൻസ് എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളിനി നടത്താൻ പോകുന്നത് ന്യൂനപക്ഷ സംഗമമാണല്ലോ, അതും ആഗോളമായിരിക്കും. ഈ സംഗമത്തിന്റെ ഉദ്ഘാടകനായിട്ട് നമ്മുടെ യോഗി ആദിത്യനാഥിനെ വിളിക്കണം. ന്യൂനപക്ഷ സമ്മേളനം അതിന് വന്ന് സംബന്ധിക്കാനും ഉദ്ഘാടനം ചെയ്യാനും സർവ്വതാ യോഗ്യനാണ് നമ്മുടെ യോഗി ആദിത്യനാഥ്. പക്ഷെ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യണം, എല്ലാ സംഗമങ്ങളും ഞാനേ ഉദ്ഘാടനം ചെയ്യൂ എന്നൊരു പിടിവാശി അത് വേണ്ട. ഇത്തവണ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക. യോഗി ആദിത്യനാഥിനെ ഉദ്ഘാടകനായിട്ട് വിളിച്ചാൽ അതും ഈ ന്യൂനപക്ഷ സംഗമത്തിന് ഉറപ്പായിട്ടും അദ്ദേഹം വരുമെന്നാണ് തോന്നുന്നത്. ഈ അയ്യപ്പ സംഗമം അടക്കം നമ്മുടെ പിണറായി വിജയൻ ചെന്നുപെടുന്ന ഓരോ അവസ്ഥകൾ ആലോചിച്ചാൽ ഇദ്ദേഹത്തെ ആരാണ് ഉപദേശിക്കുന്നത് എന്ന സംശയമാണ് ഉണ്ടാവുക. പണ്ടൊക്കെ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനൊക്കെ സമയമുണ്ടായിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രിയല്ലേ, സമയത്തിന്റെ ഒരു കുറവുള്ളത് കൊണ്ടാവണം ആരുടെയൊക്കെയോ ഉപദേശം കേട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അയ്യപ്പ സംഗമം തന്നെ സുപ്രീം കോടതി വിധി വന്ന ശേഷം ശബരിമല ക്ഷേത്രത്തോടും അയ്യപ്പനോടും ശബരിമല ഭക്തന്മാരോടും ഒക്കെ എന്താണ് ഈ സർക്കാർ ചെയ്തത് എന്നുള്ളത് കേരളത്തിലെ മനുഷ്യന്മാർ മറന്നിട്ടില്ല. അത് മറക്കുന്നതിന് മുമ്പാണ്, ഒരു സമയം കൊടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ മറക്കുന്നതിന്. അതിനു മുമ്പെയാണ് ഈ സമസ്താപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് 4 വോട്ടിന് വേണ്ടിയുള്ള ഈ സംഗമം നടത്തിയത്. വന്നത് ആരുടെ കൂടെ? വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ. കുഴപ്പമൊന്നുമില്ല, വെള്ളാപ്പള്ളിയുടെ കൂടെ ഒരു കാറിൽ, സ്റ്റേറ്റ് കാർ, 1-ാം നമ്പർ കാറിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അന്നേരം ചില കാര്യങ്ങൾ നമ്മളങ്ങ് ഓർത്തു പോവുകയാണ്. അതായത് കേരള തൊഗാഡിയ എന്നാണ് നമ്മുടെ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ വിളിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും മറന്നിരുന്നൊരു കാര്യമാണ്. നല്ല കിണ്ണം പ്രയോഗമല്ലയോ കേരള തൊഗാഡിയ. അത് നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് നടത്തിയ കാര്യം മറന്നിരുന്നതാ. അതുതാ ഈ സംഗമം വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ശബരിമലയെ പറ്റി, അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പറ്റി, അവിടുത്തെ പൂജാരിമാരെ പറ്റിയൊക്കെ എന്തൊക്കെ പറഞ്ഞതാ. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ പൂജാരിമാരും നൈഷ്ഠിക ബ്രഹ്മചാരിമാരായിരിക്കണം എന്ന ലോകതത്വം ആദ്യം അവതരിപ്പിച്ചതാരാ? നമ്മുടെ പിണറായി വിജയൻ അല്ലയോ? പൂജാരിമാരുടെ നൈഷ്ഠിക
ബ്രഹ്മചാര്യത്തെ പറ്റി പറയുമ്പോൾ അത് ഗൃഹസ്ഥാശ്രമത്തിലെ മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് ചില വ്യഭിചാര കേസുകൾ ഓർമ്മിപ്പിച്ചതാരാ? ചില തന്ത്രിമാരുടെ പറഞ്ഞില്ല. ഈ സംഗമം നടത്താൻ പോയത് കൊണ്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ശബരിമലയ്ക്കും അയ്യപ്പ ഭഗവാനും വിശ്വാസികൾക്കുമെതിരായിട്ട് ചുരുങ്ങിയ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തിയ ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പൊ ജനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ഓർത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ. നവകേരള യാത്ര, ഒരു ആർഭാട ബസ്സൊക്കെ ഉണ്ടാക്കി അതേ കയറിയിരുന്ന് നടത്തിയ ഒരു യാത്ര, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തിയത് മാത്രമാണോ? രാത്രിയിൽ ആ വണ്ടി കയറ്റിയിടാൻ വേണ്ടി എത്ര സ്കൂളുകളുടെയും സർക്കാർ ഓഫീസുകളുടെയും മതിലുകളാണ് ഇടിച്ചത്. എന്നാൽ ഈ മുഖ്യമന്ത്രി കയറിയ ബസ് അകത്തോട്ട് കയറ്റിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? മതിലുകൾ ഇടിക്കുക, വിദ്യാലയങ്ങളുടെ, സ്കൂൾ കെട്ടിടങ്ങളുടെ. ഇതിന്റെയൊക്കെ പഴി ആർക്ക് അവസാനം കിട്ടിയത്? ഇതൊക്കെ ആരുടെ ഉപദേശമാണ്? ഈ സ്കൂളിനകത്ത് തന്നെ കയറ്റിയിടണമെന്ന് ആരുടെ നിർബന്ധമായിരുന്നു? അതുപോലെ തന്നെ ഈ സമൂഹ തിരുവാതിര കളി, എന്നിട്ട് പിണറായി വിജയനാണ് കാരണഭൂതൻ എന്ന് പറയുക. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിക്കുക പാർട്ടിക്കാർ തന്നെ. പിന്നീട് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻകാരുടെ ഗാനമേളയും കുമ്മികളെയും ഒക്കെ അതിനകത്ത് എന്താ പറഞ്ഞത്? ചെമ്പടയ്ക്ക് കാവലാൾ, ചെങ്കനൽ കണക്കൊരാൾ. ഇതൊക്കെ ആലമാർത്ഥത കൊണ്ട് പറയുന്നതാണോ, അതോ നമ്മുടെ പിണറായി വിജയനെ കുഴിച്ചടിക്കാൻ വേണ്ടി ആരെങ്കിലും കൊടുക്കുന്ന ഉപദേശമാണോ എന്ന് ഇപ്പൊ തോന്നുക. ഈ സംഗമം, അയ്യപ്പ സംഗമം കൂടെ കഴിഞ്ഞപ്പം തോന്നുന്ന ഒരു വികാരമാണ്. ഇതൊന്നും ആരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നില്ലെന്നേ. ഇരട്ടച്ചങ്കനാണെന്നോ കാരണഭൂതനാണെന്നോ അല്ലെങ്കിൽ ചെമ്പടയ്ക്ക് കാവലാളാണെന്നൊന്നും ആരും കരുതുന്നില്ല. വെറുതെ ട്രോളാണ്, പരിഹസിക്കുക, അതും കേട്ടിട്ട് സന്തോഷിക്കുക. ബലമായ വിശ്വാസം ആരോ ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടെന്നാ. അവസാനം ഈ അയ്യപ്പ സംഗമം കഴിയുമ്പോഴേ, ആഗോള സംഗമം അത് കഴിയുമ്പോൾ എന്തുവാ? ക്യാ പ്രയോജൻ, ക്യാ ഫൽ? ഒന്നുമില്ല, നഹി. വെറുതെ ഉള്ള പേര് കളഞ്ഞ് പഴങ്കഥകളൊക്കെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നതിന് അപ്പുറത്ത് യാതൊരു പ്രയോജനവും ഇതുകൊണ്ടുണ്ടായിട്ടില്ല. ഇതിനിടയ്ക്ക് സന്തോഷിക്കാൻ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതിബുദ്ധിശാലിയും പ്രത്യുൽപ്പന്നമതിയും ഒക്കെ ആയ നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷെ പോലുള്ളവരുടെ സാന്നിധ്യം. അദ്ദേഹം കൊണ്ടല്ലോ മുഖ്യമന്ത്രി ഇതുപോലുള്ള പ്രതിസന്ധികളിൽ എത്തുമ്പോഴൊക്കെ കൃത്യമായ വിശദീകരണങ്ങളുമായി ന്യായവാദങ്ങളുമായിട്ട് രംഗത്ത് വരും. ഇപ്പൊ ഈ അയ്യപ്പ സംഗമം പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തുവാ? ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ അതൊന്നും ശരിയായ ദൃശ്യങ്ങളല്ല, ചിത്രങ്ങളല്ല. അതൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി, AI അത് വെച്ചുണ്ടാക്കിയതാണെന്നാ. അതായത് ഈ ശബരിമല പമ്പയിൽ നടന്ന സംഗമം, ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ ഉടനെ മാധ്യമപ്രവർത്തകരൊക്കെ നേരെ സ്റ്റുഡിയോയിലേക്ക് കൂടി ചെന്നപാടെ കസേരകളിൽ നിറഞ്ഞിരുന്ന ആളുകളെ മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് അതെല്ലാം ഒഴിഞ്ഞ കസേരകളാക്കി മാറ്റി. ഇതുപോലെയുള്ള ചില ന്യായീകരണങ്ങൾ വരുന്നതാണ് പിണറായി വിജയന്റെ ഏക രക്ഷ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ എന്താ, ഗോവിന്ദൻ മാഷ് ഇത് പറഞ്ഞതോടെ കേരളത്തിലെ ഏതാണ്ട് 98% ജനങ്ങളും ഇത് വിശ്വസിച്ചിരിക്കുക. അവരിപ്പോ കരുതുന്നത് ആഗോള സംഗമം ഒരു വലിയ വിജയമായിരുന്നു, വലിയ ആൾക്കൂട്ടം, പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ആൾക്കൂട്ടം അതിൽ സംബന്ധിച്ചു എന്നാണ്. പക്ഷെ എന്നാലും ഒരു കാര്യം ഓർക്കണം കേട്ടോ, ശബരിമല അയ്യപ്പനോടൊക്കെ മുട്ടാൻ പോകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം, രണ്ടാമതൊന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ സംഗതി പാളും. സ്വാമിയേ ശരണമയ്യപ്പ.